ഓലത്തുമ്പത്തേരുന്നോയാലാടും ചെല്ലപ്പൈകിളി ഇന്റെ നാണിന്റെ താടിയില് സോപ്പ് തേച്ച് കുമ്പം പാടടി. നാണേ സോപ്പ് പിയേഴ്സാണ് കേട്ടോ, ചെറിയ നീറ്റുണ്ടാവും, അത് വിഷയാക്കണ്ട. ഒന്നും തടയണില്ലല്ലോ റബ്ബേ. വീരാന് കച്ച് മത്തി മണക്കുണ്ട്. ചോറ് വെച്ചിട്ട് നല്ലോണം കഴിക്കിയതാണല്ലോ. എന്തേപ്പത് മുണ്ടിലൊന്ന് തുടക്കാം. മത്തി കൂട്ടിയാലുള്ള പ്രശ്നമാണിത്. വെട്ടൊന്ന് മുറി രണ്ട്, ഒരു മുറിയിൽ ഞാനുണ്ട്. ഒന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം. ഡബിളൊക്കെ ഈ ബലാല് ദത്തൊക്കെ കാട്ടണ റബ്ബ്. താടി വേണ്ട, തടി സലാമത്തായ മതി. ഹോയ് ഹോയ് അല്ലാ ഹോയ് ഹോയ്. വീരാന് എങ്ങനെയാണ് മാണ്ട വീരാന് ഞമ്മക്ക് പിന്നാക്ക. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇന്നത്തെ കജ്ജിട്ടാണ് നിങ്ങൾ ബേജാറാണ്ട്. നിങ്ങൾ അനങ്ങാതെ അവിടെ കുത്തിർന്നാൽ മതി. ഈ താടി നിങ്ങൾക്ക് ഇനി ഒരു കൊല്ലത്തിന് പഠിച്ചേണ്ടി വരില്ല. തലുണ്ടെങ്കിലല്ലേ വീരാന് താടി പഠിച്ചോണ്ട് കാര്യം. കത്തി കൗത്തിൽ വെക്കുമ്പോൾ ചിലക്കാണ്ടെങ്കിൽ തലയും കൗത്തും വേറിടും. നാളെ നിങ്ങളൊന്നും ഉണ്ടാകുന്നാണ് മനസ്സിലായി. ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ ഇതുവരെ ഒരു താടി പഠിച്ചിട്ടില്ല. ഈ ജാതിയുടെ താടി ഇത് ഞാനൊന്ന് ശരിയാക്കും. ഹായ് 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 ഹായ്. കത്തി പിടിച്ചോ കത്തി പിടിച്ചോ. എത്താപ്പം പറയണത്? മൂന്നെങ്ങാനും കത്തിയോ? സോപ്പൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഇപ്പം ശരിയാക്കി തരാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്താ വീരാന്? അല്ല, ചെവി അവിടെ ഇല്ലേ നോക്കിയതാ. അല്ല, മുടിയൊക്കെ വെട്ടാനേക്കണല്ലോ. മുടിയൊന്ന് വെട്ടിയാലെന്നാലേ. മുടിമ്പ തൊടണ്ട, ചെയ്യുന്നത് വിട്ടാ മതി. ആ വിട്ട് പുതപ്പോര് അവറത്ത് മറക്ക്. എന്നാ കൊണ്ടകായി വല്ലാത്തൊരു നായനെ ജി. സ്ലാങ്യോ.